എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മണി മാത്ത് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചു. ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാം. പേജ് നമ്പർ 99 ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സുമേഷ് ഡെപ്പോസിറ്റഡ് 10,000 rupees in a bank which gives 5% interest compounded annually. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ആണോ. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ 2 years? 2 വർഷത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. ആനുവലി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ആനുവലി എന്ന് പറയാൻ എന്താ അർത്ഥം? നമ്മൾ പൈസ ഇട്ടിട്ട് 1 വർഷം തികയുമ്പോഴാണ് അവർ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ സുമേഷ് ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയായിരുന്നു? 10,000. അപ്പോൾ P = 10,000 ആണ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം ×1 ആണ് വരല്ലേ, 1 കൊല്ലത്തേക്കാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ എത്ര വരും? ഇൻട്രസ്റ്റ് എത്ര വരും? 10,000 × 5/100. വർഷം എഴുതാത്തതിന്റെ കാരണം മനസ്സിലായില്ലേ? വർഷം എന്ന് പറഞ്ഞാൽ 1 ആണ് വരെ, 1 വർഷം. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. എത്ര വന്നു? 100 × 5 എന്ന് പറയുമ്പോൾ 500. 1 കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടി 500. കഴിഞ്ഞ നമ്മുടെ പ്രോബ്ലം ഇല്ല. അടുത്ത വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ P എത്രയും മാറി, എമൗണ്ട് എത്രയും മാറി. ഈ 10,000ന്റെ കൂടെ ആ കിട്ടിയ പലിശയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ PI മാറി അല്ലേ, 10,500 ആയിട്ട് മാറി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് മാറ്റില്ല, 5% തന്നെ. അപ്പൊ 2 വർഷത്തേക്കാണ് ഇദ്ദേഹം ഇട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി എത്ര വരും നോക്കിയേ? 105 × 5. ഇപ്രാവശ്യം ഇദ്ദേഹത്തിന് 25 rupees കൂടുതൽ പലിശ കിട്ടി. 25 rupees. കാരണം 10,000 എന്നുള്ള 10,500 ആയില്ലോ. ആ 500 rupees കൂടി പലിശ കിട്ടി. പലിശയുടെ പലിശ. അപ്പോ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പൈസ എത്രയായി മാറി? 10,500 ഡെപ്പോസിറ്റ് ചെയ്തത് 1 വർഷം കഴിഞ്ഞപ്പോൾ 10,500 ആയി. പിന്നെ അത് വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ 525 കൂടി ആഡ് ചെയ്തിട്ട് 11,025 rupees ആണ് ഇദ്ദേഹത്തിന് കിട്ടുക അല്ലേ. അപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 500 ആയിരുന്നു. ഇതിവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ പേജ് നമ്പർ 99 കണ്ടില്ലേ? 500 rupees ആയിരുന്നു ഫസ്റ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയേഴ്സ് ബാലൻസ് എത്രയും മാറി? 10,000 500 ആഡ് ചെയ്തു, 10,500 ആയി. സെക്കൻഡ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് 525 കിട്ടി. മൊത്തം ഇദ്ദേഹത്തിന് 2 years, ആഫ്റ്റർ 2 years ഇദ്ദേഹത്തിന് എത്ര പൈസ കിട്ടും? 11,025 rupees കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുക. ഇനി അടുത്ത പേജിൽ അതേ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സന്ദീപ് ഡെപ്പോസിറ്റഡ് 25,000 ഇൻ എ ബാങ്ക് വിച്ച് പേസ് 8% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? ഇതേപോലെ തന്നെ 25,000 ആണ് സന്ദീപ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 8% ആണ് ഇൻട്രസ്റ്റ്. ആനുവലി ആണ്. അതും ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. ആനുവലി ആണോ, ഹാഫ് ഇയർലി ആണോ, ക്വാർട്ടർലി ആണോ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്? ആനുവലി എന്ന് പറയുമ്പോൾ 1 year, 1 കൊല്ലത്തെ ആണ് പലിശ. അപ്പൊ ×1 വരും, നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിത് കണക്കാക്കുമ്പോൾ 250 × 8 അല്ലേ. അപ്പൊ എത്ര വരാ? 2,000 rupees ആണ് ഇദ്ദേഹത്തിന് 1 വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് എത്ര കിട്ടിയിരിക്കുന്നത്? 2,000. ഇനി പുതിയ പ്രിൻസിപ്പൽ എത്രയും മാറി? 2,000 കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പൊ എത്ര വന്നു? 27,000 ആയി മാറി ഇദ്ദേഹത്തിന്റെ പുതിയ P എന്ന് പറയുന്നത്. അപ്പൊ ഇനി പിന്നത്തെ രണ്ടാമത്തെ വർഷത്തെ പലിശ എത്ര വന്നു? 8/100. 270 × 8 ആണ് പിന്നത്തെ നമ്മൾ ഇൻട്രസ്റ്റ് തരാം അല്ലേ. അപ്പോൾ 2,160 വന്നു.
അപ്പോൾ ഈ 2 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് എത്രയാണ് ബാക്കി കിട്ടുക? 606192 25,000 ആയിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എത്ര കിട്ടും ബാക്കി? 29,160 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തുകൂടെ? ഇനി അടുത്ത് എന്താണ്? തോമസ് took out a loan of 15,000 rupees from a bank which charges 12,000 interest compounded annually. After 2 years, he paid back 10,000 rupees to settle the loan. 10,000 rupees. To settle the loan, how much should he pay at the end of 3 years? തോമസ് എത്രയാണ് ലോൺ എടുത്തത്? 15,000 ആണ് ലോൺ എടുത്തത്. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്? 12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 1 വർഷത്തിന് ശേഷം എത്രയുണ്ടാവും പലിശ? ഇദ്ദേഹം ലോൺ എടുത്തിട്ട്, നമ്മൾ സാധാരണ ലോൺ എടുത്തു കഴിഞ്ഞാൽ മാസം മാസം കറക്റ്റായിട്ട് അടയ്ക്കും. പക്ഷേ ഈ തോമസ് ലോൺ എടുത്തിട്ട് 2 വർഷത്തേക്ക് ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പം എന്തായി? ബാങ്ക് ആണെങ്കിലോ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്? ആനുവലി, കോമ്പൗണ്ടഡ് ആനുവലി. ഓരോ വർഷത്തിൽ എന്ത് ചെയ്യും? കോമ്പൗണ്ട്, അതായത് പലിശ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 1 വർഷം കഴിഞ്ഞു, തോമസ് ഒന്നും അടയ്ക്കാൻ വന്നില്ല. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു? പലിശ കണ്ടുപിടിച്ചു. 1 വർഷത്തേക്കുള്ള പലിശയാണ്. അപ്പോൾ എത്ര വരാ? 15 × 12 എന്ന് പറയുമ്പോൾ 1,800 റുപ്പീസ് ആണ് 1 വർഷത്തേക്ക് വന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്തു ബാങ്ക്? അത് ഈ 15,000ന്റെ കൂടെ ഇത് ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ പുതിയ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയും മാറി? 16,800 ആയിട്ട് മാറി. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷമായി. അപ്പോഴും തോമസ് എത്തിയില്ല. അപ്പോൾ 2 വർഷമായപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു? വീണ്ടും ഇതിൻ്റെ പലിശ കണക്കാക്കി. അപ്പോൾ എത്രയാണ്? 168 × 12,016 റുപ്പീസായി പുതിയ പലിശ. ഇനി എന്ത് ചെയ്തു? 16,800ന്റെ കൂടെ ഈ പുതിയ പലിശയും ആഡ് ചെയ്തു. അപ്പൊ എത്രയും മാറി? പുതിയ ലോൺ എടുത്ത തുക എത്രയും മാറി? 18,816 ആയി മാറി. അപ്പോഴാണ് നമ്മുടെ തോമസ് ഒരു 10,000 കൊണ്ട് ബാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ 2 ഇയേഴ്സ് ബാക്ക് തോമസ് എടുത്തിട്ടുണ്ടായിരുന്ന 15,000 എത്രയും മാറി? പലിശ അടക്കം 18,816 റുപ്പീസായിട്ട് മാറി. അപ്പോൾ ഈ എമൗണ്ട് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ തോമസ് 10,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടച്ചു. അപ്പം എത്രയും മാറി? പുതിയ എമൗണ്ട് 6188 8,816 ആണ് ഇപ്പോൾ തോമസിൻ്റെ പേരിലുള്ള അവിടുത്തെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിലത്തെ. ഇനി തോമസ് എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞത്? തോമസ് ഇനി വിചാരിച്ചു, ഹി പെയ്ഡ് ബാക്ക് ടു സെറ്റിൽ ദ ലോൺ. ഹൗ മച്ച് ഷുഡ് ഹി പേ അറ്റ് ദ എൻഡ് ഓഫ് 3 ഇയേഴ്സ്? അപ്പം ഇദ്ദേഹം വിചാരിച്ചു ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല. 1 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3rd ഇയറിൻ്റെ എൻഡിൽ, അവസാനത്തിൽ ഈ ലോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇനി തോമസിന് എത്ര പൈസയും കൂടി വേണ്ടി വരും? ഇപ്പോൾ 8,816 ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴല്ല ആൾ ക്ലോസ് ചെയ്യണം. ആൾ ഇനി 1 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് എന്താ ചെയ്യുക? ആ 1 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടി കണക്കാക്കും ഇല്ലേ? ഇൻറ്റു എത്രയായിരുന്നു നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്? 12% അല്ലേ? യെസ്, 12 ഡിവൈഡഡ് ബൈ 100. അപ്പം എത്ര കിട്ടി? എമൗണ്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു 100 താഴത്തുണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണതിന് വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ഡിജിറ്റ്സ് നീക്കിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി അല്ലേ? 1 2 ഇവിടെ പോയിന്റ് വന്നു. അപ്പം എത്രയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പലിശ? 1,057.92 റുപ്പീസ്. അപ്പോൾ മുന്നേ നിൽക്കുന്ന പൈസ എത്രയാണ്? 8,816. ഇതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി ഇത് ആഡ് ചെയ്യാം നമുക്ക് അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇനി 3 വർഷം കഴിഞ്ഞപ്പോൾ ലോൺ അടയ്ക്കാൻ ചെല്ലാണ്, സെറ്റിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ എത്ര ഉണ്ടായിരിക്കും അവിടെ എമൗണ്ട്?
9,873.92 റുപ്പീസ് കൊടുത്താലേ ഇദ്ദേഹത്തിന്റെ ലോൺ ക്ലോസ് ചെയ്ത് കിട്ടും. അവസാനം മൂന്നാമത്തെ വർഷം അവസാനം ഇദ്ദേഹത്തിന് എത്ര പൈസ അടയ്ക്കണം? ഇത്ര. ഇതിപ്പോ 92 പൈസ 92 പൈസ എന്നുള്ളത് എന്തായി? 9874 റുപ്പീസ് എന്തായാലും ബാങ്ക് വാങ്ങിക്കും അല്ലേ? അല്ലാണ്ട് 92 പൈസ എന്നുള്ളത് 1 രൂപയായിട്ട് കണക്കാക്കും. അങ്ങനെ 9,874 റുപ്പീസ് ആണ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോമസിന് വേണ്ട പൈസ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് പ്രോബ്ലം. The simple interest at 5% got for a certain amount after 2 years is 200 rupees. If interest is compounded annually, what would be the interest for same amount at the same rate after 2 years? സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു സർട്ടൻ എമൗണ്ട് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 5% പലിശ. ഇദ്ദേഹത്തിന് 2 ഇയേഴ്സ് ആഫ്റ്റർ 2 ഇയേഴ്സ് എത്ര കിട്ടിയത്? 200 റുപ്പീസാണ് പലിശ മാത്രം കിട്ടിയത്. അതേസമയം ഇദ്ദേഹം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കിലായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ്? സെയിം എമൗണ്ട് തന്നെ ആ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് ഇട്ടത് എന്ന് പറഞ്ഞിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ഇയേഴ്സ് ആഫ്റ്റർ 2 ഇയേഴ്സ് 200 റുപ്പീസ് കിട്ടിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 2 വർഷത്തേക്ക് 200 ആണെങ്കിൽ 1 വർഷത്തേക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 100 ആയിരിക്കും പലിശ കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? കൃത്യം പകുതി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിലായിരുന്നു ഇതേ എമൗണ്ട് ഇട്ടിരുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? 1 വർഷം എത്തുമ്പോൾ പലിശ കണക്കാക്കും. അപ്പോൾ എത്രയും പലിശ കിട്ടുക? 100 രൂപ പലിശ കിട്ടി. അപ്പോൾ ഈ 100 രൂപ പ്രിൻസിപ്പളിൻ്റെ കൂടെ ആഡ് ചെയ്യും അല്ലേ? എന്നിട്ട് ഈ 100 രൂപയുടെയും കൂടി പലിശ കിട്ടും. അപ്പോൾ ഈ 100 രൂപയ്ക്ക് എത്രയാണ് പലിശ പറഞ്ഞിരിക്കുന്നത്? 5%. അപ്പോൾ 100 × 5/100 എന്ന് പറയുമ്പോൾ 5 റുപ്പീസ് എക്സ്ട്രാ കിട്ടുമായിരുന്നു. മനസ്സിലായ? അപ്പോൾ ഈ ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ അവസാനം ഈ 200ൻ്റെ കൂടെ ഈ 5 റുപ്പീസും കൂടിയിട്ട് ഇയാൾക്ക് എത്ര കിട്ടും? 205 റുപ്പീസ് കിട്ടും. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്ക് ആയിരുന്നുവെങ്കിൽ. മനസ്സിലായ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പ്രിൻസിപ്പൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ, അതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 200 റുപ്പീസാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് ഈക്വൽസ് PNR എന്നാണ് ഫോർമുല അല്ലേ? പി എത്രയാണെന്നാണ് അറിയാത്ത. N 2 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. R 5% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 5 × 2 എന്ന് പറയുമ്പോൾ 10/100. അതായത് P × 10/100 ഈക്വൽസ് 200. 200 ആണ് പലിശ. അത് തന്നിട്ടുണ്ട്. അപ്പോൾ P ഈക്വൽസ് 200. 10/100 എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഈ രൂപ എന്താവും? 100/10 ആവും അല്ലേ? ഇൻറ്റു 100/10 എന്ന് പറയുമ്പോൾ 10ൻ്റെ 0 പോയി. 200 × 10 എന്ന് പറയുമ്പോൾ 2000. അപ്പോൾ ഇയാൾ എത്ര എമൗണ്ട് ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്? 2000. അപ്പോൾ ഇത് നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിലായിരുന്നു ഇദ്ദേഹം 2000 റുപ്പീസ് ഇട്ടിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു നമുക്ക് നോക്കാം. 2000 ആണ് ഇട്ടത്. 5% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 20 × 5 എന്ന് പറയുമ്പോൾ എത്ര വരാം? 100. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴാണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ബാങ്ക് പലിശ കണ്ടപ്പോൾ 100 രൂപയാണ് പലിശ. അപ്പോൾ ഇയാളുടെ പിറ്റത്തെ വർഷത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 100 കൂടി ആഡ് ചെയ്ത് 2100 ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ പലിശയാണ് പിന്നത്തെ വർഷം കണക്കാക്കുക അല്ലേ? അപ്പോൾ ഇത് പോയി 21 × 5 എന്ന് പറയുമ്പോൾ എത്ര വരാം? 105 വന്നു. അപ്പോൾ 2100ൻ്റെ കൂടെ ഈ 105 കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര വന്നു? കണ്ടാ? 205. ഈ ഇത്രയും പൈസയാണ് ഇദ്ദേഹം
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നൊരു ആനുവലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന ഒരു ബാങ്കിലായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുക 2205 രൂപയാണ്. ഇതിൽ 2000 ഇദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പൈസയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2000 മൈനസ് ചെയ്താൽ മതി. ഇദ്ദേഹത്തിന് കിട്ടുന്ന പലിശ എത്രയാണ്? 205. അതിനെല്ലാം നമുക്ക് നേരത്തെ കിട്ടിയത്. ഇങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ വെറുതെ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിൽ 200 രൂപ കിട്ടി, അയാൾക്ക് കിട്ടി. ഇതാണെങ്കിൽ ഇങ്ങനെ കിട്ടും, ഒരു 5 രൂപ കൂടുതൽ കിട്ടും. ഇപ്പം ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോ വർഷം ആനുവലി കാണുമ്പോൾ ഓരോ വർഷം നമ്മളത് കണക്കാക്കും, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും, വീണ്ടും കണക്കാക്കും, വീണ്ടും ആഡ് ചെയ്യും. ഇപ്പോൾ 2 വർഷത്തേക്കാണെങ്കിൽ 2 പ്രാവശ്യം കണ്ടാൽ മതി. പിന്നെ 5 വർഷത്തേക്കൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു പുതിയ മെത്തേഡ് ഉണ്ട്, ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ വെറുതെ അത് ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്ര വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ആ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.